അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. നമ്മൾ ഒത്തിരി നാളായി വീഡിയോസ് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ കെട്ടി നിർത്താനുള്ള തിരക്കിലായിരുന്നു. അന്നേരം ഇപ്പോൾ 2 മാസത്തിന് ശേഷം നമ്മളിപ്പോൾ വാഴകളെല്ലാം കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ കെട്ടുന്നതിൻ്റെ തിരക്കിൽ നമുക്ക് തോട്ടത്തിലെല്ലാം പുല്ല് കയറിയിട്ടുണ്ട്. ഇനി അതെല്ലാം ക്ലിയർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വളപ്രയോഗത്തിലോട്ട് കടന്നിരിക്കുകയാണ്. കൊലകളൊക്കെ പകുതി മൂപ്പ് എത്തിക്കഴിഞ്ഞു, ചിലത് പകുതി മൂപ്പിന് മുകളിലായി. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നല്ലതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലാണ്, അതികഠിനമാണ്. നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രം വളം ചെയ്യുക. അതും കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം നനച്ച് നല്ലതുപോലെ തോട്ടം നമുക്ക് നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആയിട്ട് വേണം നമ്മൾ യൂറിയ ഇട്ട് കൊടുക്കാനായിട്ട്. കൊലകളൊക്കെ ഏറെക്കുറെ എല്ലാം പകുതി മൂപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൊല്ലത്ത് നമ്മുടെ വളപ്രയോഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കൊലകൾ പാകമാകുന്നതനുസരിച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. ഈ കൊല്ലം നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി രീതികൾ ഫുള്ളായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. ആദ്യത്തെ വളപ്രയോഗം തൊട്ട് ഇതാ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ യൂറിയ ഇട്ട് കൊടുത്തിരിക്കുന്നിടം വരെ. ഇപ്പോൾ നമ്മൾ യൂറിയ ഇട്ട് കൊടുത്ത് പോയിരിക്കുകയാണ്. 150 ഗ്രാം ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊലകളൊക്കെ ആവറേജ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നല്ല രീതിയിൽ നനച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി രോഗങ്ങളൊന്നും അധികം വരാനായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ കരിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിനിയില്ല. ഇനിയിപ്പോൾ തോട്ടം വൃത്തിയാക്കിയെടുത്ത് ഈ പുല്ലെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. നമുക്ക് തോട്ടം കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള പണികളൊന്നും നീങ്ങൂല. ചാലിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം നമ്മൾ അടുപ്പിച്ച് ചാലിൽ വെള്ളം ഇട്ടിരുന്നു യൂറിയ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നതിന് ശേഷമാണിപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പുല്ലെല്ലാം ക്ലിയർ ചെയ്ത് ഇലയെല്ലാം ക്ലിയർ ചെയ്ത് വെള്ളമടിയിലോട്ട് മാത്രമാകും. ഇനി നമുക്ക് വേറെ ഒന്നും തോട്ടത്തിൽ ചെയ്യാനില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് കൊല വെട്ടുന്നിടം വരെ മഴ പെയ്തില്ല എങ്കിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ബൂസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി നമുക്ക് വാഴകളിൽ ആവശ്യമില്ല. ഈ കൊല്ലത്തെ വീഡിയോസുകൾ അങ്ങനെ പറയാം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആൾക്കാർ വാഴക്കൃഷിയിലോട്ട് വരുന്നുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർക്ക് ഒത്തിരിയേറെ സംശയങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമുക്ക് ഒരു കമൻറ്റിലൂടെ തിരിച്ച് മറുപടി പറയാൻ പറ്റുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്തൂടി പറയാം. അല്ലെങ്കിൽ നമ്പറുണ്ട്, അതിൽ വിളിക്കുക. അതിൽ നിങ്ങൾക്ക് പറയാനുള്ള ഭാഗം നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതിനുള്ളൊരു റീപ്ലൈ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഈ കൊല്ലം നമ്മൾ ചെയ്തിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെട്ടിരിക്കുന്നത് വളങ്ങളിൽ, നമുക്ക് ഈ കൊല്ലം ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, അതിന് റിസൾട്ടുണ്ട് എന്ന് തോന്നിയ വളങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ നമുക്ക് എല്ലാ പടലകളും ഒരേപോലെ ഒരേ കായ്, ആ ഒരു പ്രശ്നമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കൊല വരുമ്പോൾ നമുക്ക് നേരിടുക. അതിന് നമുക്ക് 4 പടലകളുള്ള നല്ല രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊല സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം തരാം. ഇതിപ്പോൾ 4 പടലയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അടിയിലത്തെ പടൽ, മുകളിലത്തെ പടൽ പകുതി മൂപ്പ് ആയിട്ടില്ല, ഇനി ആകാനുണ്ട്. അന്നേരം ഈ കൊല്ലേൻ്റെ അടിയിലത്തെ കായ്, സെൻട്രലത്തെ കായ്, അതുപോലെ ഏറ്റവും മുകളിലത്തെ കായ് എല്ലാം ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇതിനെ നമുക്ക് സഹായിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അളവും അതുപോലെ നമ്മളിപ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള സീവീഡ് വിറ്റാമിൻ അമിനോ ആസിഡ് കോംബോയുമാണ് നമുക്കതിനൊക്കെ സഹായിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള റിസൾട്ട് അറിയണമെങ്കിൽ കൊല വെട്ടുന്ന സമയത്ത് നമ്മൾ കൊലയുടെ തൂക്കം എടുക്കാനായിട്ടും ആവറേജ് എത്ര കിലോ വരുന്നുണ്ട് എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ് നമ്മൾ ഈ കൊല്ലം എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ കായകളിലും ഒരേ രീതിയിലുള്ള വലിപ്പം വെക്കുന്നു, തൂക്കത്തിലുണ്ടാകുന്ന വ്യത്യാസം എത്രത്തോളമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ വളപ്രയോഗമാണ്. അതുപോലെ നല്ല വേനലാണ്, നല്ല രീതിയിൽ വെള്ളമടിക്കുക എന്നതിന് ശേഷം മാത്രം
വളമിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ എലി കയറുന്ന ശല്യമുണ്ട്. ഈ പുല്ലിങ്ങനെ കിടക്കുന്നത്, നമ്മൾ വെള്ളം നല്ലതുപോലെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ തോട്ടത്തിൽ പുല്ലിങ്ങനെ കയറിയത്. അന്നേരം എലി കയറാതിരിക്കാനായിട്ട് നമ്മൾ ഈ പുല്ലുകൾ മൊത്തം കളയണം. അതെല്ലാം കളഞ്ഞ് തോട്ടം ഫുള്ളായിട്ട് ക്ലീൻ ആക്കണം. വാഴകൾ ഫുള്ളായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തോട്ടം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വാഴ കെട്ടി നിർത്തുന്ന മെത്തേഡ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇതിനെ വിസ്തീരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് ഇതെങ്ങനെയാണ് കെട്ടി നിർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു അനലൈസ് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വരും, ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തോട്ടങ്ങളും വൃത്തിയാക്കി ഇതുപോലെ പുല്ലെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം ആയിരിക്കും അതിൻ്റെ വീഡിയോ വരിക. എന്നിട്ടാണ് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമ്മുടെ തോട്ടം ഇതുവരെ നമ്മുടെ വീഡിയോസുകളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ കെട്ടി നിർത്തുന്നതിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോട്ടം നിൽക്കുന്നത്. ഇനി നമ്മൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം ക്ലിയർ ആക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.